നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ്. ഫിസിക്സിലെ ലോസിൻ്റെ പ്രകൃതം എന്താണ്? ഉദാഹരണം സഹിതം നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഓൾ ലോസ് ഓഫ് ഫിസിക്സ് ആർ ഡെവലപ്ഡ് ഫ്രം എ നമ്പർ ഓഫ് കൺസെപ്റ്റ്സ്. കൺസെപ്റ്റ്സ് എങ്ങനെ രൂപപ്പെടുന്നു നമുക്ക് നോക്കാം. കൺസെപ്റ്റ്സ് ആർ ഡെവലപ്ഡ് ഫ്രം മെനി ഫാക്ട്സ്. കുറേ സത്യങ്ങളും വെളിപ്പെടുത്തുന്നതിന് ശേഷം ആ സത്യങ്ങളൊക്കെ കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമുക്കൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. വീണ്ടും ഒരു ഉദാഹരണം നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരു നിയമമാണ്. എനർജിയെ നമുക്ക് കൺസേർവ്ഡ് ആണ്, അതായത് പ്രപഞ്ചത്തിൽ ബിഗ് ബാങ് ഉപയോഗിച്ച് നമുക്ക് ഭൂമി സൃഷ്ടിക്കപ്പെട്ട ആ ബിഗ് ബാങ് കൺസെപ്റ്റ് മുതൽ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എനർജിക്കും മാസിനും വ്യത്യാസമേ ഉണ്ടായിട്ടില്ല. മാസിനെ എനർജി ആക്കാമെന്നും എനർജിയെ മാസ്സാക്കാമെന്നും സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞുവെങ്കിലും മൊത്തം എനർജിക്കും മൊത്തം മാസ്, അതായത് ഒരു തരി പോലും മണ്ണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവവായുവോ എന്തെങ്കിലും ആ പ്രകൃതി അന്ന് ബിഗ് ബാങ് തിയറി വെച്ചുണ്ടായ അന്നു മുതൽ ഇന്നോളം ഒരു തരി മാസ് പോലും നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിച്ചിട്ടില്ല. അത് കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുകയാണ്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഈ ഫാക്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസെപ്റ്റ്സ് ഉണ്ടാക്കുന്നത്. ആ കൺസെപ്റ്റ്സിൽ നിന്നാണ് നമുക്ക് ലോസൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു ചെറിയ എക്സാമ്പിൾ നമ്മൾ വിശദമായിട്ട് വർക്ക് എനർജി പവർ എന്നുള്ളിടത്ത് നമ്മൾ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് സൈറ്റ് ചെയ്യാണ്. അതായത് ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി ഈസ് കൺസേർവ്ഡ്. കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എന്നർത്ഥം. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകത്തുക എന്നർത്ഥം. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി നമ്മൾ കണക്കാക്കുകയാണ്. എന്താ ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഫ്രീലി ഫാളിംഗ് ബോഡി? വെറുതെ ഇങ്ങ് താഴോട്ട് വീഴുകയാണ്. അതാണ് ഫ്രീലി ഫാളിംഗ് ബോഡി. അത്രമാത്രം. നമ്മുടെ തെങ്ങിൻ്റെ മുകളിലുള്ളൊരു തേങ്ങ താഴേക്ക് വീണുന്നു എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ റീപ്ലേ ചെയ്യാം. അതൊരു ഹൈറ്റിലുണ്ടായിരുന്നു. ആ എച്ച് കുറഞ്ഞ് സീറോ ആവുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതാ എച്ച് കുറഞ്ഞ് സീറോ ആവുന്നു. അതാണ് ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയെ സംബന്ധിച്ച് ഇതിവിടെ നിൽക്കുകയായിരുന്നു, ഇത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0. താഴെ ഇവിടെ എത്തി. ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ പതിക്കുമ്പോൾ എച്ച് 0 ആവുന്നത് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ രണ്ട് കൺസെപ്റ്റ്സ് മനസ്സിൽ വേണം. ജസ്റ്റ് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഗ്രൗണ്ടിലെത്തുമ്പം അതിൻ്റെ ഹൈറ്റ് 0 ആണ്. ഇവിടെ മുകളിൽ എ എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പം അതിൻ്റെ ഹൈറ്റ് എച്ച് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്കൊന്നിൻ്റെ കൺസർവേഷൻ നോക്കാം. പോയിൻ്റ് എ ആണ്. എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. കൈനറ്റിക് എനർജി 0 ആണ്. എന്തുകൊണ്ടാണ്? അതവിടെ നിൽക്കുകയാണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ അതവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി മിനിമം ആണ്, 0 ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എത്രയുണ്ട്? mgh ആണ്. കാരണം എച്ച് ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh. ആകത്തുക എന്ത് വരും? എയിലെ അവസ്ഥ എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടുക, അതാണ് ടോട്ടൽ എനർജി. ഇനി പോയിന്റ് സി നോക്കുക. പോയിന്റ് സി എന്ന് പറയുന്ന ഇതാണ് പോയിന്റ്. ഇവിടെയും കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തുല്യമായിരിക്കണം. ഇവിടെയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമായിരിക്കണം. എന്താണ് അവിടുത്തെ അവസ്ഥ? കൈനറ്റിക് എനർജി ½mv², പൊട്ടൻഷ്യൽ എനർജി mgh. ഇവിടെയുള്ള ഈ വസ്തുവിൻ്റെ വേഗത v ആണെന്ന് ഇരിക്കട്ടെ. പക്ഷേ ഇത് രണ്ടും തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ത് വരും? ഇത് ഹാഫ് ഇങ്ങോട്ടേക്ക് ഗുണിച്ചു, എമ്മും ക്യാൻസലായിപ്പോയി. v² = 2gh എന്ന് വരും. അതിൽ /2 ആണ്. ആ 2 വെട്ടിപ്പോവും. അപ്പോൾ v² = gh എന്ന് വരും. v² = gh എന്ന് വരും. അപ്പോൾ h/2 h=h/2 ഹൈറ്റിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആയി എന്നർത്ഥം. എപ്പോഴാണ് സെയിം ആവുന്നത്? പകുതി ഹൈറ്റിൽ. ഇനി വീണ്ടും ഏത് പോയിന്റ് ബി എന്താണ് സംഭവിക്കുക? ബിയിലെത്തുമ്പോൾ നമുക്കറിയാം എച്ച് കുറഞ്ഞ് 0 ആയില്ലേ? നമ്മൾ റീപ്ലേയിൽ ഓർമ്മയുണ്ടോ? റീപ്ലേയിൽ നമ്മൾ കണ്ടതല്ലേ? എച്ച് കുറഞ്ഞ് ബിയിലെത്തുമ്പോഴേക്ക് എച്ച് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh എന്തായി? 0. കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. കൈനറ്റിക് എനർജി = ½ mv² മാക്സിമം.
അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി മാക്സിമം. അപ്പോൾ എല്ലാ കേസിലും ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രം. ഇവിടെ എന്തേ ഉള്ളൂ? കൈനറ്റിക് എനർജി മാത്രം. ഇവിടെ സിയിൽ അവർ തുല്യമാവുന്നത് എപ്പോഴാണ്? ½ ആകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം അധിഷ്ഠിതമാണ്. എന്താണത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ടു. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റമാണ്. ഇതും നമ്മൾ വിശദമായിട്ട് കൊളീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. It states that no external forces acting on the system, total linear moment of the system is conserved. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണിത്. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയും. എഫ് 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി 0 എന്ന് പറയും. പി കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പം മനസ്സിലായില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട, വിശദമായി നമ്മളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാസ്, വലിയ മാസ് എ, ചെറിയ മാസ് ബി, ഇവരുടെ മാസസ് M1 M2, ഇയാളുടെ വേഗത U1, ഇയാളുടെ വേഗത U2, രണ്ടുപേരും കൂടെ കൊളൈഡ് ചെയ്യുന്നു, ഇടിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇതെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ മോഷൻ, ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊന്നും കണ്ടിപ്പോൾ തല ഇറങ്ങണമെന്നില്ല. അപ്പോൾ ഇത് വീണ്ടും അതേ ഡയറക്ഷനിൽ വേഗത മാറി. ഇത് U1 ആയിരുന്നത് ഇത് V1 ആയി, ഇത് U2 ആയിരുന്നത് ഇത് V2 ആയി. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ വരി, ലോ ഓഫ് കൺസർവേഷൻ. മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. തുടക്കത്തിലുള്ള മൊമെൻറ്റം ഇതാണ്, ഒടുക്കത്തിലുള്ള മൊമെൻറ്റം ഇതാണ്. ഇത് തുല്യമായിരിക്കണം എന്നാണ് പറഞ്ഞത്. തുടക്കത്തിലുള്ള മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി, ഇത് മാസിൻ്റെ വെലോസിറ്റി, ഇത് മാസിൻ്റെ വെലോസിറ്റി. ഇവർ രണ്ടുകൂടെ കൂട്ടുന്നതാണ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇത് ഇത്രയും. ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം. ഇത് ഇയാളുടെ മൊമെൻറ്റം M1 V1, ഇത് ഇയാളുടെ മൊമെൻറ്റം M2 V2. ആകത്തുക പ്ലസ് ചെയ്തു. അപ്പോൾ ഇത് ആഫ്റ്റർ കൊളീഷൻ, ഇത് ബിഫോർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ മൊമെൻറ്റം ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ മൊമെൻറ്റം. അതാണ് ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം. അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പം എന്താ പറഞ്ഞത്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ടോട്ടൽ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. തുടക്കത്തിലും ഒടുക്കത്തിലും, ബിഫോറും ആഫ്റ്ററും മൊമെൻറ്റം സെയിം ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മളെ പറഞ്ഞു എനർജി സെയിം ആയിരിക്കും, ഇവിടെ പറഞ്ഞു മൊമെൻറ്റം സെയിം ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഫിസിക്സ് ലോസിന് നമ്മൾ ഓരോ കൺസെപ്റ്റ്സും ചില വസ്തുതകൾ, അതായത് നമ്മളിതൊക്കെ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ലോ വരുന്നത്. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ലോ അങ്ങ് കയറി എഴുതുകയല്ല. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ തുല്യമാണെന്ന് ബോധ്യമായി, ഇതൊരു ഫാക്റ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ആദ്യം നമ്മളിത് പ്രൂവ് ചെയ്യുക ചെയ്യുന്നത് ഇങ്ങനെ മൊമെൻറ്റം ബിഫോറും കാൽക്കുലേറ്റ് ചെയ്യും, മൊമെൻറ്റം ആഫ്റ്ററും കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മളൊരു ലോ ആയിട്ട് ഇതിനെ, ഇതൊരു ഫാക്റ്റാണ്, ടോട്ടൽ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് എന്നുള്ളതൊരു ഫാക്റ്റായിട്ട് വന്നതിന് ശേഷമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് ലോ രൂപപ്പെടുന്നത്. അതാണ് പറഞ്ഞതിൻ്റെ സാരാംശം. ഇവിടെ നമുക്ക് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ഈ ഡെറിവേഷൻസോ ഈ കാര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങൾക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫിസിക്സ് ലോസ് എങ്ങനെ രൂപപ്പെടുന്നു? എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കുറേ കൺസെപ്റ്റ്സിൽ നിന്നാണ്. കൺസെപ്റ്റ്സ് എങ്ങനെ രൂപപ്പെടുന്നു? കുറേ സത്യങ്ങളിൽ നിന്നാണ്. ഇത് സത്യമായിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കിഴിച്ചും കണ്ടുപിടിച്ചതിന് ശേഷം ഇത് തുല്യമാണെന്ന് വന്നതിന് ശേഷമാണ് ഇതിവിടെ ലോ എന്നുള്ള വാക്ക് എഴുതി ചേർക്കുന്നത്. ഇവിടെ ടോട്ടൽ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഈ ഫാക്റ്റിൽ നിന്ന് ലോ ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.